എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഏതൊരു വേർബ് എടുത്താലും അതിൻ്റെ V2 ഫോമും V3 ഫോമും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ റെഗുലർ വേർബ്സ് ആണെങ്കിൽ V2 ഫോമും V3 ഫോമും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം വേർബിൻ്റെ കൂടെ ജസ്റ്റ് DO EDO ആഡ് ചെയ്താൽ മതി. ഉദാഹരണം പറയുവാണെങ്കിൽ ലിവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ്. അതിൻ്റെ V2 ഫോമും V3 ഫോമും കിട്ടാൻ ജസ്റ്റ് D ആഡ് ചെയ്താൽ മതി. ലിവ്ഡ് എന്നുള്ളതാണ് V2 ഫോമും V3 ഫോമും. ഇതേപോലെ തന്നെ കളിക്കുക എന്നുള്ളത് പ്ലേ ആണ്. അതിൻ്റെ V2 ഫോമും V3 ഫോമും പ്ലേഡ് ആണ്. അതായത് പ്ലേയുടെ കൂടെ ജസ്റ്റ് ED ആഡ് ചെയ്യുക. ഇങ്ങനെ വേർബിൻ്റെ കൂടെ DO EDO ആഡ് ചെയ്ത് നമുക്ക് V2 ഫോമും V3 ഫോമും കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ റെഗുലർ വേർബ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇറഗുലർ വേർബ്സ് ആണെങ്കിൽ അങ്ങനെയല്ല. അതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, നമ്മൾ പ്രാക്ടീസ് കൊണ്ട് പഠിച്ചെടുക്കണം. സോ ഇന്ന് നമ്മൾ കുറച്ച് ഇറഗുലർ വേർബ്സ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇറഗുലർ വേർബ്സിൻ്റെ V2 ഫോമും V3 ഫോം എന്താണ്, അത് വെച്ച് എങ്ങനെ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. ഫസ്റ്റ് വേർഡ് ഗോ ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. അതിൻ്റെ V2 ഫോം വെൻറ്റ് ആണ്, V3 ഫോം ഗോൺ ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയണം, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്. ഇത് നമുക്കറിയാം, നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത്. അവിടെ നമ്മൾ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ അത് നമ്മളെങ്ങനെ പറയും? ഐ ഗോ ടു ചർച്ച് എവ്രി സൺഡേ. ഐ ഗോ ടു ചർച്ച് എവ്രി സൺഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട് എന്നാണ്. ഇനി ഞാൻ ഇന്നലെ അവളുടെ വീട്ടിൽ പോയി എന്ന് പറയണം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? സോ അവിടെ നമ്മൾ V2 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വെൻറ്റ് ടു ഹെർ ഹൗസ് യെസ്റ്റർഡേ. ഐ വെൻറ്റ് ടു ഹെർ ഹൗസ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഐ വെൻറ്റ് ടു ഹെർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ വീട്ടിൽ പോയി എന്നാണ്. ഇനി അടുത്തത്, ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയണം. നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ എങ്ങനെ വരും? ഐ ഹാവ് ഗോൺ ടു ഹെർ ഹൗസ്. ഐ ഹാവ് ഗോൺ ടു ഹെർ ഹൗസ്. ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത വേർഡ് ബൈ ആണ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ്. അതിൻ്റെ V2 ഫോമും V3 ഫോമും ബോട്ടാണ്, ബോട്ട്. സോ അത് വെച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ വില കൂടിയ സാധനങ്ങൾ വാങ്ങാറില്ല. ഇതെങ്ങനെയാണ് പറയുന്നത്? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ഐ ഡോണ്ട് ബൈ എക്സ്പെൻസീവ് തിങ്സ്. ഐ ഡോണ്ട് ബൈ എക്സ്പെൻസീവ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വില കൂടിയ സാധനങ്ങൾ വാങ്ങാറില്ല എന്നാണ്. എക്സ്പെൻസീവ് തിങ്സ് എന്ന് പറഞ്ഞാൽ വില കൂടിയ സാധനങ്ങൾ എന്നാണ്. ഇനി പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുവാണെങ്കിൽ ഞാനൊരു വലിയ വീട് വാങ്ങിച്ചു എന്ന് പറയണം. അപ്പം വാങ്ങിച്ചു എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആയ V2 ഫോം, അതായത് ബോട്ടാണ് വരേണ്ടത്. സോ അതെങ്ങനെ വരും? ഐ ബോട്ട് എ ബിഗ് ഹൗസ്. ഐ ബോട്ട് എ ബിഗ് ഹൗസ്. ബിഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ വലിയ വീട്. സോ ഞാനൊരു വലിയ വീട് വാങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ബോട്ട് എ ബിഗ് ഹൗസ്. ഇനി അവൾ അവന് വേണ്ടി ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഹാസും ഹാവും ആണ്. ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. സോ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. സോ ഹാഡ് വരും. ഷീ ഹാഡ് ബോട്ട് ഹിം എ വാച്ച്. ഷീ ഹാഡ് ബോട്ട് ഹിം എ വാച്ച്. ഇവിടുത്തെ ബോട്ട് എന്ന് പറയുന്നത് V3 ഫോമാണ്. ഇനി അടുത്ത വേർഡാണ് ലൂസ്. നമുക്കറിയാം, ലൂസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നുള്ള മീനിങ് ആണ്, LOSE. ഇനി ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? V2 ഫോം ലോസ്റ്റ് ആണ്, V3 ഫോമും ലോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇതാണ്: നീ വേഗത കൂട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നീ തിടുക്കം കൂട്ടിയില്ലെങ്കിൽ അവരുടെ ക്ഷമ നശിക്കും. സോ ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ എപ്പോഴും വില്ലിൻ്റെ കൂടെ നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ പറയും? ദേ വിൽ ലൂസ് ദർ പേഷ്യൻസ്
if you don't hurry up. They will lose their patience if you don't hurry up. If you don't hurry up എന്ന് പറഞ്ഞാൽ നീ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നീ തിടുക്കം കൂട്ടിയില്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. They will lose their patience എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ക്ഷമ നശിക്കും എന്നാണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നാണ് മീനിങ്. So they will lose their patience if you don't hurry up. ഇനി അടുത്തത്, കഴിഞ്ഞയാഴ്ച എനിക്കെൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ഇതെങ്ങനെ പറയും? ഇവിടെ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ V2 ഫോം. സോ ലോസ്റ്റ് എന്ന് വരും. ഐ ലോസ്റ്റ് മൈ പേഴ്സ് ലാസ്റ്റ് വീക്ക്. ഐ ലോസ്റ്റ് മൈ പേഴ്സ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞയാഴ്ച. സോ കഴിഞ്ഞയാഴ്ച എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറയാനാണ് ഐ ലോസ്റ്റ് മൈ പേഴ്സ് ലാസ്റ്റ് വീക്ക്. ഇനി അടുത്തത്, എനിക്കെൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് ലോസ്റ്റ് മൈ ടിക്കറ്റ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ടിക്കറ്റ്. സോ ലൂസ് എന്നത് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ V2 ഫോം ലോസ്റ്റ് ആണ്, V3 ഫോമും ലോസ്റ്റ് ആണ്. ഇനി അടുത്തത് ലീവ്. ലീവ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെഫ്റ്റ് ആണ്. സോ നമുക്ക് പറയേണ്ടത്, നീ വീട്ടിലെത്തിയാൽ ഉടനെ ഞങ്ങൾ പുറപ്പെടും. അപ്പം ഞങ്ങൾ പുറപ്പെടും എന്ന് പറയുന്നത് ഭാവിയിലെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത് വില്ലിൻ്റെ കൂടെ. വി വിൽ ലീവ് as soon as you get home. വി വിൽ ലീവ് as soon as you get home. വി വിൽ ലീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറപ്പെടും എന്നാണ്. as soon as you get home എന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ എത്തിയാൽ ഉടൻ എന്നാണ്. സോ വി വിൽ ലീവ് as soon as you get home എന്ന് പറഞ്ഞാൽ നീ വീട്ടിലെത്തിയാൽ ഉടൻ ഞങ്ങൾ പുറപ്പെടും എന്നാണ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്, അവൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജൂണിൽ ജോലി ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ജോലി വിട്ടു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ഇൻ ജൂൺ ഡ്യൂ ടു ഹെൽത്ത് റീസൺസ്. ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ഇൻ ജൂൺ ഡ്യൂ ടു ഹെൽത്ത് റീസൺസ്. ഡ്യൂ ടു ഹെൽത്ത് റീസൺസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ കാരണങ്ങളാൽ എന്നാണ്. ഹി ലെഫ്റ്റ് ഹിസ് ജോബ് എന്ന് പറഞ്ഞാൽ അവൻ ജോലി ഉപേക്ഷിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ V2 ഫോമാണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, നീ ഇന്ന് രാവിലെ നേരത്തെ പുറപ്പെടേണ്ടതായിരുന്നു. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പറയും? യു ഷുഡ് ഹാവ് ലെഫ്റ്റ് earlier this morning. You should have left earlier this morning. Should have left എന്ന് പറഞ്ഞാൽ പുറപ്പെടേണ്ടതായിരുന്നു എന്നാണ്. So you should have left earlier this morning എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നീ നേരത്തെ പുറപ്പെടേണ്ടതായിരുന്നു എന്നാണ്. ഇന്ന് രാവിലെ എന്നൊക്കെ പറയുന്നത് നമ്മൾ this morning എന്നാണ്, today morning എന്നല്ല. So you should have left earlier this morning. ഇന്ന് രാവിലെ നിങ്ങൾ നേരത്തെ പുറപ്പെടേണ്ടതായിരുന്നു. ഇനി അടുത്തത് പേ. പേ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ ബില്ല് അടയ്ക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ വിൽ പേ ദ ബിൽ. ഐ വിൽ പേ ദ ബിൽ. ബില്ലിൻ്റെ കൂടെ എപ്പോഴും V1 ഫോമാണ് വേണ്ടത്. ഐ വിൽ പേ ദ ബിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബില്ല് അടയ്ക്കാം എന്നാണ് മീനിങ്. ഇനി അവൾ ബില്ല് അടച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ അവിടെ V2 ഫോം. V2 ഫോം പെയ്ഡ് ആണ്. ഷീ പെയ്ഡ് ദ ബിൽ. അവൾ ബില്ല് അടച്ചു. ഇനി നമുക്ക് പറയേണ്ടത്, നിനക്ക് ബില്ല് അടയ്ക്കാമായിരുന്നു. അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല, അങ്ങനെ പറയേണ്ടപ്പം അവിടെ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നിനക്ക് ബില്ല് അടയ്ക്കാമായിരുന്നു എന്നെങ്ങനെ പറയും? യു കുഡ് ഹാവ് പെയ്ഡ് ദ ബിൽ. യു കുഡ് ഹാവ് പെയ്ഡ് ദ ബിൽ. സോ ഇവിടെയും കുഡ് ഹാവ്, ഇവിടെ ഹാവ് വന്നുകൊണ്ട് നമ്മൾ V3 ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം. സോ പെയ്ഡ് തന്നെയാണ്. സോ യു കുഡ് ഹാവ് പെയ്ഡ് ദ ബിൽ. നിനക്ക് ബില്ല് അടയ്ക്കാമായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത വേർഡാണ് ബിഗിൻ. ബിഗിൻ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, തുടങ്ങുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിഗാൻ. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബിഗൻ. അപ്പോൾ നമുക്ക് പറയേണ്ടത് എത്ര മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത് എന്നെങ്ങനെ ചോദിക്കും? എത്ര മണിക്കാണ് എന്ന് ചോദിക്കാൻ വാട്ട് ടൈം. വാട്ട് ടൈം ഡസ് ദ പ്രോഗ്രാം ബിഗിൻ. വാട്ട് ടൈം ഡസ് ദ പ്രോഗ്രാം ബിഗിൻ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ് പരിപാടി തുടങ്ങുന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ ഇന്ന് രാവിലെ നേരത്തെ ജോലി ചെയ്യാൻ
തുടങ്ങി. അതെങ്ങനെ പറയും? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. സോ V2 ഫോം യൂസ് ചെയ്യണം. ബിഗാൻ. ഷി ബിഗാൻ ടു വർക്ക് ഏർലി ദിസ് മോർണിംഗ്. ഷി ബിഗാൻ ടു വർക്ക് ഏർലി ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അവൾ നേരത്തെ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാണ്. ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ. ഷി ബിഗാൻ ടു വർക്ക് എന്ന് പറഞ്ഞാൽ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാണ്. സോ ഷി ബിഗാൻ ടു വർക്ക് ഏർലി ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് രാവിലെ നേരത്തെ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവർ ഇതുവരെ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? അവിടെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ദേ ഹാവൻറ്റ് ബിഗൺ ദ പ്രോഗ്രാം യെറ്റ്. ദേ ഹാവൻറ്റ് ബിഗൺ ദ പ്രോഗ്രാം യെറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല എന്നാണ് മീനിങ്. സോ ഇറഗുലർ വേർബ്സിൻ്റെ V2 ഫോമും V3 ഫോമും, അതായത് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എന്തൊക്കെയാണ്, അത് വെച്ച് എങ്ങനെ സെൻറ്റൻസസ് ഫോം ചെയ്യാം എന്നാണ് നമ്മൾ കണ്ടത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.